ഇന്ന് ഞാനൊരു മരുന്ന് പറഞ്ഞു തരാവേ. എന്നോട് പലരും ചോദിച്ച് തലചൊറിച്ചിലിന് എന്താ മരുന്ന്, തല കണ്ടമാനം ചൊറിയുന്നു, താരനൊന്നും കാണുന്നുമില്ല, ഭയങ്കര ചൊറിച്ചില്ല, അസഹ്യമായ ചൊറിച്ചിലാന്ന് പറഞ്ഞു. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഉപയോഗിക്കാവുന്ന സാധനമാണ്. ഇത് ആര്യവേപ്പാണ് കേട്ടോ, ആര്യവേപ്പിൻ്റെ ഇല. ഇതിനി ആര്യവേപ്പല്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല എന്ന് പറയല്ല, ഇത് ആര്യവേപ്പാണ്. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കുകയും ചെയ്തു. എന്നോട് ഒരാളൊരു മരുന്ന് പറഞ്ഞു തരുമോ, അല്ലെ ഞാനത് എവിടെയെങ്കിലും കണ്ടാൽ ഉടനെ ഞാനത് എനിക്ക് പറ്റിയതാണെങ്കിൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് മാത്രമേ ഞാൻ വീഡിയോ ഇടത്തുള്ളൂ. ആരെയും പറഞ്ഞ് കബളിപ്പിക്കാൻ ഞാൻ വീഡിയോ ഇടത്തില്ല. അപ്പോൾ എനിക്ക് തലയ്ക്ക് ഭയങ്കര ചൊറിച്ചിലാണ്, ഈ ഭാഗം മാത്രം, ഇവിടെ മാത്രം ചൊറിയുക, താരനൊന്നും കാണാനുമില്ല. അപ്പോൾ ഞാനിത് വെള്ളം തിളപ്പിച്ച്, നമ്മളൊരു 2 3 4 കപ്പ് വെള്ളം തിളപ്പിക്കുക. അപ്പം പച്ച മഞ്ഞൾ, നമ്മുടെ പറമ്പിലെ മഞ്ഞളുണ്ടെങ്കിൽ അതും നല്ലതാണ്. എന്നിട്ട് നമ്മൾ ഒരു 3 4 കപ്പ് വെള്ളം നല്ലപോലെ വെട്ടി തിളപ്പിക്കണം. ഈ ഇലയിട്ട് ഒരു 2 3 ഇല ഇങ്ങനെ ഇട്ടാൽ മതി. ഇട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞിട്ട് അത് അടച്ച് വെക്കണം. അത് തണുക്കണം. തണുത്ത് കഴിഞ്ഞ് നമ്മൾ കുളി കഴിഞ്ഞിട്ട് ഈ തല ഈ വെള്ളം ഒഴിച്ച് കഴുകണം. പിന്നെ വേറെ വെള്ളം ഒഴിച്ച് കഴുകരുത്. ആ വെള്ളം ഒഴിച്ച് തല കഴുകിയിട്ട് നമ്മൾ ഒരു ടർക്കിയോ തോർത്തോ വല്ലതും വെച്ച് തല മൂടി പൊതിഞ്ഞ് കെട്ടി ഒരു 10 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് അഴിച്ച് കഴിഞ്ഞ് നമ്മൾ വേറെ വെള്ളത്തിൽ കഴുകരുത്. അപ്പോൾ ചൊറിച്ചിൽ ആഴ്ച 2 പ്രാവശ്യം ചെയ്താൽ കുറയും. ഇനി അസഹ്യമായ ചൊറിച്ചില, താരനൊക്കെ ഉണ്ടെങ്കിൽ ഈ ആര്യവേപ്പിലയും പച്ചമഞ്ഞളും കൂടെ അരയ്ക്കണം. അരച്ചിട്ട് കുഴമ്പ് പരുവത്തിലെടുത്തിട്ട് തലയോട്ടിയെ തേച്ച്, നല്ലപോലെ തലയോട്ടിയെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകണം. അപ്പം അത് മാറും. താരനുള്ള മരുന്ന് ചോദിച്ചവരുണ്ട് കേട്ടോ. ഇനി ദേഹത്താ ചൊറിച്ചിലെങ്കിൽ ഈ കുളിക്കുന്ന വെള്ളത്തിൽ, കുറച്ച് വെള്ളത്തിൽ ഇതിട്ട് തിളപ്പിക്കണം. പച്ചമഞ്ഞളും കൂടെ ഉണ്ടെങ്കിൽ ഇട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഈ വെള്ളത്തിൽ നമ്മുടെ മേല് കഴുകണം. മേല് കഴുകിയിട്ട് പിന്നെ പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിക്കാതെ നമ്മൾ ദേഹം അങ്ങ് ചുമ്മാ ഒപ്പിക്കളഞ്ഞാൽ മതി. നമ്മൾ ചൊറിച്ചിൽ മാറിക്കിട്ട് 2 3 ദിവസം ചൊറിച്ചിലൊക്കെ അങ്ങനെയാണെങ്കിൽ തേച്ചാൽ മതി. തലയിൽ ആഴ്ച 2 വട്ടം തേക്കുക. ഇനി അസഹ്യമായ ഇപ്പോൾ ചൂട് വരുമോ, ചൂടുകാലം വരുമോ, ചൂടുകുരുവാന്ന് പറയുവാണെങ്കിൽ നമ്മളെ വാഴയിലയില്ലേ, വാഴയില, അതോ പാളയംകോടൻ്റെ വാഴയിലയോ അല്ലെങ്കിൽ ഞാലിപ്പൂവിൻ്റെ വാഴയിലയോ വലിച്ച് കീറി വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് കുളിച്ചാലും ദേഹത്തെ ചൊറിച്ചിൽ മാറും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യണം, എന്നാലേ അല്ലേ എനിക്ക് പ്രോത്സാഹനമാകത്തുള്ളൂ. എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്. USA നിന്ന് ഇപ്പോൾ രാവിലെ ഒരാൾ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ രാവിലെ ഇപ്പോൾ വൈകിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ സ്ഥലത്തു നിന്ന് ഓരോരുത്തർ വിളിച്ച് അഭിപ്രായം പറയും, വീഡിയോ നല്ലതാണ് നല്ലതാണ് നല്ലതാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്കൗട്ട് ചെയ്തേക്കണം കേട്ടോ. എന്നെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഇതുവരെ കൊണ്ടുവന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.